അന്തമാൻ ദ്വീപിലെ ഫളലെ ഹക്ക് ഖൈറാബാദി റളിയല്ലാഹു അൻഹുവിന്റെ മസാർ ഷരീഫിന്റെ അടുത്താണ് ഉള്ളത്. ബഹുമാനപ്പെട്ടവരുടെ പ്രാഥമികമായ ഒരു ചരിത്രം ഇവിടെ എഴുതിയിട്ടുണ്ട്. 1797 യു.പിയിലെ സീതാപൂർ ജില്ലയിലെ ഖൈറാബാദ് എന്ന പ്രദേശത്താണ് മഹാനവറുകൾ ജനിക്കുന്നത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ 32ാമത്തെ പൗത്രനായിരുന്നു മഹാനവറുകൾ. പിതാവും പിതാമഹന്മാരുമെല്ലാം ഉന്നതന്മാരായ പണ്ഡിതന്മാരും മലയാള നാട്ടിലെ മതപഠന സംവിധാനത്തിന്റെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള മിർഖാത്ത് അടക്കമുള്ള ഗ്രന്ഥങ്ങളുടെ കർത്താവ് കൂടിയാണ് ബഹുമാനപ്പെട്ടവരുടെ പിതാവ്. ഫളലെ ഹക്ക് ഖൈറാബാദി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ തന്നെ ഉന്നത വിജ്ഞാനം കരസ്ഥമാക്കുകയും ഡൽഹിയിൽ ഷാ വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹുവുമായി കുടുംബ ബന്ധമുള്ളതുകൊണ്ട് ആ തറവാട്ടിൽ നിന്നും ഉമർ റളിയല്ലാഹുവിന്റെ പാരമ്പര്യത്തിൽ നിന്നും ധൈര്യവും വിജ്ഞാനവും എല്ലാം നേടിയെടുത്ത മഹാനവറുകൾ ഒരു ബഹുമുഖ വ്യക്തിത്വമായിരുന്നു. ഹനഫി കർമ്മശാസ്ത്രത്തിലെ മുഫ്തിയും വിശ്വാസശാസ്ത്രത്തിൽ ആധികാരികമായി സംസാരിക്കാൻ യോഗ്യതയുള്ളവരും മാത്തുരീദി ദൈവശാസ്ത്രത്തിലെ ഉന്നത ചർച്ചകളുടെ അധ്യക്ഷനും തർക്കശാസ്ത്രത്തിലും ഇൽമുൽ കലാമിലും അവഗാഹം നേടിയവരും ഒരുപാട് വിജ്ഞാനികൾക്ക് വിജ്ഞാനം പകർന്നുകൊടുത്ത പണ്ഡിത ശ്രേഷ്ഠരും അറബികളെ പോലും വെല്ലുന്ന അറബി കവിയും ഒക്കെയായിരുന്നു. ബഹുമാനപ്പെട്ടവർ പ്രവാചക പ്രകീർത്തനങ്ങൾ അത്ഭുതകരമായി കോർത്തിണക്കിയപ്പോൾ ഹസ്സാനുൽ ഹിന്ദ് എന്ന വിലാസത്തിലാണ് മഹാനവറുകൾ അറിയപ്പെട്ടത്. വൈജ്ഞാനിക ജീവിതത്തിന്റെയും ആത്മീയ അനുഷ്ഠാനങ്ങളുടെയും ഇടയിൽ ജന്മരാജ്യത്തിനു വേണ്ടി ആലോചിക്കുകയും 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ബൗദ്ധികമായി നേതൃത്വം കൊടുക്കുകയും ചെയ്തു. 1857 ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ രംഗപ്രവേശനം ചെയ്യേണ്ടതിന്റെ അനിവാര്യത അറിയിച്ചുകൊണ്ടുള്ള മഹാനവറുകളുടെ ഫത്വയാണ് ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ കരടായി മഹാനവറുകൾ മാറാനുള്ള കാരണം. പിന്നീടങ്ങോട്ട് പീഡന പർവ്വങ്ങളുടെ കാലമായിരുന്നു. മഹാനവറുകൾ രാജ്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി വൈദേശിക ശക്തികൾക്കെതിരെ സമരം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് അറിയിച്ചുകൊണ്ട് രചനകളും പ്രഭാഷണങ്ങളും നടത്തി. മഹാനവറുകളുടെ രചനകളും 1857 വിപ്ലവത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ആധികാരികമായ ചരിത്രം മഹാനവറുകളുടെ അസൗറത്തുൽ ഹിന്ദിയ എന്ന രചനയാണ്. ബഹുമാനപ്പെട്ടവർ അന്തമാൻ ദ്വീപിലേക്ക് ബ്രിട്ടീഷുകാരാൽ നാടുകടത്തപ്പെട്ടു. 22 മാസം ഇവിടെ കഴിഞ്ഞുകൂടി. 63 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള ജീവിതം ദുഷ്കരമായിരുന്നു. കനൽക്കട്ടകളുടെയും സാക്ഷാൽ മുൾക്കിടക്കകളുടെയും ഇടയിൽ ജീവിച്ച മഹാനവറുകൾ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ കഴിഞ്ഞുകൂടുമ്പോഴും വൈജ്ഞാനിക ചർച്ചകളിലും ആത്മീയ രചനകളിലുമായിരുന്നു. ഇസ്ലാമിക വിശ്വാസ പാരമ്പര്യത്തിനെതിരെ ബിദ്അഈ ആശയങ്ങൾ രംഗത്ത് വരികയും ഇസ്മായിൽ ദഹ്ലവിയുടെ രചനകൾ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ അതിനെതിരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ സമർത്ഥനങ്ങൾ നടത്തി ഗ്രന്ഥങ്ങൾ എഴുതി ലോകത്തിന് ശരിയായ വഴി കാണിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ടവരുടെ 22 മാസത്തെ ജയിൽവാസം മഹാനവറുകളെ കൂടുതൽ ക്ഷീണിതരാക്കി. ജയിൽ വാർഡൻ ഒരു ഗോളശാസ്ത്രജ്ഞൻ, ഒരു പഠിതാവും കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ രചന മറ്റൊരു ജയിൽ പുള്ളിയെ കൊണ്ട് കഴിവുള്ള ആളാണെന്ന് മനസ്സിലാക്കി എഡിറ്റിങ്ങിന് കൊടുത്തപ്പോൾ അത് എത്തിച്ചേർന്നത് ഫളലുൽ ഹഖ് ഖൈറാബാദി റളിയല്ലാഹുവിന്റെ കൈകളിലാണ്. മഹാനവറുകളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ രചനയിൽ അടയാളപ്പെടുത്തിയ വിശദീകരണ കുറിപ്പുകൾ ജയിൽ വാർഡനെ ആശ്ചര്യപ്പെടുത്തുകയും ഇത്രയും വലിയ ഒരു പണ്ഡിതനെ ജയിലിൽ ഇട്ടേക്കുന്നത് ശരിയല്ല എന്ന് കരുതി ജയിൽ മോചനത്തിനു വേണ്ടി അദ്ദേഹം കത്തെഴുതുകയും ചെയ്തു. അതുപ്രകാരം 65ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവരെ ജയിൽ മോചിതനാക്കാൻ ഓർഡർ വന്നു. അതുപ്രകാരം ഷംസുൽ ഹഖ് എന്ന മകൻ ഡൽഹിയിൽ നിന്ന് നേരെ അന്തമാനിലെത്തിയപ്പോൾ പ്രിയപ്പെട്ട പിതാവിന്റെ മൃതശരീരം അഥവാ ചേതനയറ്റ തിരുശരീരമാണ് കാണാനിടയായത്. ബഹുമാനപ്പെട്ടവർ പ്രിയപ്പെട്ട പിതാവിനെ സ്വീകരിച്ച് ഇവിടെ മറമാടി. ബഹുമാനപ്പെട്ട ഫളലുൽ ഹഖ് ഖൈറാബാദി റളിയല്ലാഹു അൻഹുവിന്റെ വിശ്രമം ഇവിടെയാണ്. 1861 മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നത്. ബഹുമാനപ്പെട്ടവരുടെ നിരവധി രചനകൾ ആത്മീയ ശാസ്ത്രത്തിലും അറബി സാഹിത്യത്തിലും പ്രവാചക പ്രകീർത്തനത്തിലും രാജ്യചരിത്രത്തിലും അൽ ഫിത്നത്തുൽ ഹിദ്ദിയ അടക്കമുള്ള നിരവധി രചനകൾ രാഷ്ട്രീയ പ്രാധാന്യവും ആത്മീയ പ്രാധാന്യവും ഉള്ളതാണ്. ബഹുമാനപ്പെട്ടവർ ലോകത്തിന് സമ്മാനിച്ചു പോയത്
മാതൃകയുള്ള ഒരു ആത്മീയ ഗുരുവിനെയും ധൈര്യമുള്ള ഒരു വിപ്ലവകാരിയെയും തുല്യതയില്ലാത്ത ഒരു രാജ്യസ്നേഹിയുമാണ്. ആ ചാരത്തു നിന്നാണ് നമ്മൾ സംസാരിച്ചത്.